everyone, welcome back to Salam Learning. Miss ആണ് അഗ്ലി നമ്മുടെ ഇംഗ്ലീഷ് എക്സാം ആണല്ലേ. അപ്പോൾ എക്സാമിന് എൻ്റെ മകളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ മിസ് പറഞ്ഞു തരട്ടെ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാണ്ട് ആദ്യം തൊട്ട് അവസാനം വരെ കാണണം ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ മിസ് സമയം കളയുന്നില്ല, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മുടെ ആനുവൽ എക്സാമിന്, കഴിഞ്ഞ വർഷമല്ല കേട്ടോ, ഈ വർഷം 2026 ആനുവൽ എക്സാമിന് 2 ഗ്രൂപ്പായിട്ടാണ് നിങ്ങൾക്ക് എക്സാം നടന്നത്. ആദ്യത്തെ ഗ്രൂപ്പുകാരോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. സോ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്കും ചോദിക്കുന്നുണ്ടാവുക. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. റീഡ് ആൻഡ് റൈറ്റ് ആണ് നിങ്ങളുടെ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ലിസൺ ആൻഡ് റൈറ്റ് ആണ്. ഒരു പിക്ചർ തരും, ആ പിക്ചറിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ ടീച്ചർ എന്തെങ്കിലും കഥ പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് തരും. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് ആക്ടിവിറ്റി. സെക്കൻഡ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് റീഡ് ആൻഡ് റൈറ്റ്. നിങ്ങൾ വായിച്ചു നോക്കുക, എന്നിട്ട് അതിനെ ബേസ് ചെയ്ത് ചോദ്യങ്ങൾക്ക് ആൻസർ പറയാം. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? റോബോ ഈസ് സിയാസ് ബെസ്റ്റ് ഫ്രണ്ട്. ഏത് ചാപ്റ്ററിലെയാണ്? പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം. അറിയുന്നവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. റോബോ സിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അവരെന്ത് ചെയ്തു? ദേ മേഡ് എ കൈറ്റ്. അവരൊരു പട്ട ഉണ്ടാക്കി, കൈറ്റ് ഉണ്ടാക്കി. എങ്ങനെയുള്ള പട്ടാടാ? എ ബിഗ് റെഡ് കൈറ്റ്. ഒരു വലിയ റെഡ് കളറിലെ കൈറ്റാണ് അവരുണ്ടാക്കിയത്. ദേ വെന്റ് ടു ദ പാർക്ക്. അവരെന്നിട്ട് എങ്ങോട്ടേക്ക് പോയി മക്കളെ? പാർക്കിലേക്ക് പോയി അല്ലേ. റോബോ ആൻഡ് സിയ ഫ്ലൂ ദ കൈറ്റ്. പാർക്കിൽ പോയിട്ട് നമ്മുടെ റോബോയും സിയയും കൂടെ എന്ത് ചെയ്യാ? പട്ടം പറത്താണ് അല്ലേ. സിയ ക്ലാപ്ഡ് ഹെർ ഹാൻഡ്സ്. സന്തോഷം കണ്ട് സിയ കൈ അടിക്കുന്നുണ്ട്. ക്ലാപ്ഡ് ഹെർ ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കൈ അടിക്കുക. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇത് വായിച്ച് നോക്കിയിട്ട് ഇതിനെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടേ, എൻ്റെ മക്കൾ ആൻസർ ചെയ്യണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹൂ ഈസ് സിയാസ് ബെസ്റ്റ് ഫ്രണ്ട്? ആരാണ് നമ്മുടെ സിയയുടെ ബെസ്റ്റ് ഫ്രണ്ട്? ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, റോബോ ആണെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? റോബോ ഈസ് സിയാസ് ബെസ്റ്റ് ഫ്രണ്ട്. റോബോ ആണ് സിയയുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് നമുക്ക് എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾ റോബോ എന്ന് എഴുതിയാലും മാർക്ക് കിട്ടും. അടുത്ത് നോക്കി. ദേ വെന്റ് ടു ദ ഡാഷ്. അവരെവിടേക്കാ പോയത്? ഇവിടെ പറയുന്നുണ്ട് ദേ വെന്റ് ടു ദ പാർക്ക് അല്ലേ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ദേ went to the park. അടുത്ത് നോക്കിക്കേടാ. സിയ ഡാഷ് ഹെർ ഹാൻഡ്സ്. സിയ ഡാഷ് ഹെർ ഹാൻഡ്സ്. ഓപ്ഷൻസിൽ വേവ്ഡ് ഉണ്ട്, ക്ലാപ്ഡ് ഉണ്ട്. വേവ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ കാട്ടുക അല്ലേ. ഇതിനെയാണ് വേവ് ചെയ്യാന്ന് പറയുന്നത്. ക്ലാപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാട്ടുക. സിയ എന്താ ഇതിൽ ചെയ്തത്? പറയുന്നുണ്ട് ക്ലാപ്പ് ചെയ്തു. അപ്പം നമുക്ക് എന്താ എഴുതാം? സിയ ക്ലാപ്ഡ് ഹെർ ഹാൻഡ്സ് എന്ന് എഴുതാം. അടുത്ത നോക്കിയേ. ഡ്രോ എ കൈറ്റ് ആൻഡ് കളർ ഇറ്റ് റെഡ്. നിങ്ങളൊരു കൈറ്റ് വരയ്ക്കണം, ഒരു പട്ടം വരയ്ക്കണം. അപ്പം നമുക്കറിയാമല്ലേ ഒരു പട്ടം എങ്ങനെയാണ് ഉണ്ടാവുക? പട്ടത്തിന് ചിറകുകളൊക്കെ ഉണ്ടാവും, വാലുണ്ടാവും. ഇങ്ങനെയല്ലേ പട്ടം ഉണ്ടാവുക? അതിന് നൂലുണ്ടാവും. ഇതുപോലെ നല്ല രീതിയിൽ മക്കൾ പട്ടം വരയ്ക്കുക, എന്നിട്ട് അതിന് റെഡ് കളർ കൊടുക്കുക. അടുത്തത് നോക്കിക്കേടാ. ഗീവ് എ നെയിം ടു യുവർ കൈറ്റ്. നിങ്ങളുടെ പട്ടത്തിനൊരു പേര് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക. നിങ്ങൾ എന്താണ് നിങ്ങളുടെ പട്ടത്തിന് പേര് കൊടുക്കുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനെ ഷെയർ ചെയ്തെടുക്കുക. ഇതുപോലെയുള്ള വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.